യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ആ വചനം നമുക്ക് ബലമായി മാറുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 37-ാം സങ്കീർത്തനം 34-ാം തിരുവചനം. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ദുഷ്ടരുടെ നാശം നീ കാണും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോടൊപ്പം നമ്മൾ ദൈവത്തെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഭൂമി തന്നെ അവകാശമായി തരികയും ഈ ഭൂമിയിൽ നമ്മളെ ആദരിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.